ഓക്കെ, അപ്പം റിയൽമിയുടെ കൊക്കക്കോള എഡിഷൻ സ്മാർട്ട് ഫോണാണ് വരാൻ പോകുന്നത്. അല്ലാണ്ട് കൊക്കക്കോള അവരുടെ ന്യൂ സ്മാർട്ട് ഫോണൊന്നും പുറത്തിറക്കുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൊക്കക്കോളയുടെ സൈഡിൽ നിന്ന് അവരുടെ സ്മാർട്ട് ഫോൺ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു അതിൻ്റെ ന്യൂസും കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിരുന്ന ആ വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയാണ്. അതായത് എന്താണ് കറക്റ്റ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മുടെ റിയൽമി GT Neo 5ൻ്റെയും കുറച്ച് ഡീറ്റെയിൽസ്, അതായത് കൺഫേം ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് റിയൽമിയുടെ 10 Pro 5G ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സെപ്പറേറ്റ് എഡിഷൻ ആയിട്ടാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത്. അതായത് ഇതിലേക്ക് ആ ഒരു കൊക്കക്കോളയുടെ ഡിസൈനും കാര്യങ്ങളും അവർ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറിട്ട് നിർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ മാത്രമാണ്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ IQൻ്റെ ഒക്കെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ ഏതെങ്കിലും ഒരു ലൈനപ്പിൽ അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എഡിഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അതായത് BMW എഡിഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ഒരു റിയൽമിയിൽ വരുമ്പോൾ അവർ ഈ ഒരു 10 Pro 5Gയിൽ ഈ ഒരു കൊക്കക്കോള എഡിഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കുന്നു. അപ്പോൾ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഫെബ്രുവരി 10 ആയിരിക്കും ലോഞ്ചും കാര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് റിയൽമി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ഒരു മോഡൽ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് റിയൽമി കുറേയധികം ഓഫേഴ്സും കാര്യങ്ങളും തരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് കൊക്കക്കോളയുടെ ആ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ പാറ്റേണും, അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡിയൻ സെറ്റപ്പ് കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളത്. അതായത് ഡുവൽ ടോൺ സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട്, പിന്നെ കൊക്കക്കോളയുടെ ആ ഒരു റെഡും, പിന്നെ അവരുടെ ലോഗോയും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കൂളായിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ നമ്മൾ ആ ക്യാമറ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു റിങ്ങിൽ ഒരു റെഡ് കളർ കോട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്മാർട്ട് ഫോൺ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഷേപ്പും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും പോകുന്നത്. മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ആ കൊക്കക്കോള എഡിഷൻ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും അതാണ് വരുന്നത്. പ്രത്യേകിച്ച് ഡിസൈൻ വ്യത്യാസമൊന്നുമില്ല. റിയൽമി 10 Pro 5G എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറ്റി കൊക്കക്കോളയുടെ ആ ഒരു ബ്രാൻഡിങ് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമ്മളിതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ 10 Pro 5G എങ്ങനെയാണുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നാണ് ഇതുവരെയും നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ്. കാരണം വെച്ചാൽ 10 Pro 5Gൻ്റെ ഒരു എഡിഷൻ തന്നെ ആയതുകൊണ്ട് തന്നെ വല്ല മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.2 ഇഞ്ചിൻ്റെ Full HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് DC ഡിമ്മിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ 5 വോൾട്ട് കട്ടൗട്ട് വരുന്നുണ്ട് സെൽഫി ക്യാമറയ്ക്ക് വേണ്ടി. പിന്നെ നമുക്ക് 140 Hzൻ്റെ ടച്ച് സാമ്പിളിങ് കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് Qualcomm Snapdragon 695 ചിപ്സെറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് LPDDR4Xൻ്റെ 8GB റാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് UFS 2.2ൻ്റെ 128GB സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ 12GB റാം അവൈലബിൾ ആണ്. പിന്നെ 256GB സ്റ്റോറേജും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ 2 മോഡൽ വേരിയൻറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കിനകത്ത് Android 13 ആണ് വരുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ UI ആയിട്ടുള്ള Realme UI 4.0 വരുന്നുണ്ട്. പിന്നെ 5G ആയുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ നമുക്ക് Type-C പോർട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ ഇന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 108 MB ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതായത് 108 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സാംസങ് HM6 എന്ന് പറയുന്ന ആ ഒരു സെൻസറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് LED ഫ്ലാഷ് വരുന്നുണ്ട്. പിന്നെ 2 MB ഒരു പോർട്രേറ്റ് ക്യാമറയും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ സെൽഫി ക്യാമറയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 16 MB ഒരു സെൽഫി ക്യാമറയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പം ടോട്ടൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും പോകുന്നത്. അതുപോലെ നമുക്കിനകത്ത് 3.5mm ഓഡിയോ പോർട്ടും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഈ കൊക്കക്കോള എഡിഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ 10 Pro 5Gൻ്റെ ആ ഒരു എക്സാക്ട് സെയിം സ്പെസിഫിക്കേഷനാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു കൊക്കക്കോള എഡിഷൻ്റെ ഡീറ്റെയിൽസ് പോകുന്നത്. ഇനി നമ്മൾ റിയൽമി GT Neo 5Gൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോനെക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അതായത് നമ്മുടെ നത്തിങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ LED വരുന്നുണ്ട്. അതായത് ഒറ്റ LED ആണ്, പക്ഷേ അതിൽ പല രീതിയിലുള്ള ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി റിയൽമി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു LED സ്ട്രിപ്പ് കൊണ്ടുവരുന്നുണ്ട് ആ ക്യാമറ മൊഡ്യൂളിൻ്റെ സൈഡിലായിട്ട്. അതിൽ നമുക്ക് RGB കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും. മറ്റേ നത്തിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഒരു LED അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ് മാത്രമായിരിക്കും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് RGB കൊണ്ടുവരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിയൽമി പറയുന്നത്. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ടീസറും കാര്യങ്ങളും അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു LED എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് നത്തിങ്ങാണ്. പക്ഷേ അവർ കുറച്ചും കൂടെ
ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ അതിലേക്ക് RGB കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ വേൾഡിൽ ഫാസ്റ്റ് എവർ അഡാപ്റ്റർ കൊണ്ടുവരുന്ന ഒരു മോഡലായിരിക്കും ഈ ഒരു Realme എന്ന് പറയുന്നത്. അതായത് 240 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടർ ആവുന്ന ഒരു മോഡലായിരിക്കും ഈ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് Realme കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആവുന്ന ആ ഒരു മോഡലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മോഡൽ ആദ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ചൈനയിലായിരിക്കും. അതായത് ഫെബ്രുവരി 9 ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. ആ സമയത്ത് അറിഞ്ഞ ഡീറ്റെയിൽസാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. പക്ഷേ ആ ഒരു രീതിയിലല്ല അതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. പക്ഷേ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൺഫേം ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ കൺഫേം ആക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ നമുക്ക് ലീക്കായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ കൺഫേം ആക്കിയ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് വരാൻ പോകുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആയിരിക്കും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 16 GB റാമും പിന്നെ നമുക്ക് ഇതിനകത്ത് Android 13 വരുന്നുണ്ടെന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്ന ക്യാമറ എന്ന് പറയുന്നത് 50 MB ഒരു മെയിൻ ക്യാമറ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ IM890 എന്ന് പറയുന്ന ആ ഒരു സെൻസർ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് OIS സപ്പോർട്ടായുള്ള ലെൻസ് ആയിരിക്കും ഈ ഒരു 50 MB ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ NFC വരുന്നുണ്ട്. അതുപോലെ IR ബ്ലാസ്റ്ററും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരും എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസാണ് കൺഫേം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നതെന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ലീക്ക്ഡ് ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ 1.5K OLED 10-bit ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ നമുക്ക് 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ കട്ടോടുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ HDR10+ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് എഡ്ജ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ Qualcomm Snapdragon 8+ Gen 1 ആണ് വരാൻ പോകുന്നത്. അതുപോലെ നമുക്കിനകത്ത് LPDDR5ൻ്റെ 8 GB റാം ഉണ്ടാവും, അല്ലെങ്കിൽ 8 GB റാമിൻ്റെ വേരിയൻ്റ് ഉണ്ടാവും, 12 GB റാമിൻ്റെ ഉണ്ടാവും, പിന്നെ 16 GB റാം വേരിയൻ്റ് ഉണ്ടാവും. അങ്ങനെ 3 റാം വേരിയൻറ്റിൻ്റെ മോഡൽസ് ഉണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ UFS 3.1ൻ്റെ 512 GB സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. ആ രീതിയിൽ സ്റ്റോറേജ് വേരിയൻ്റ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ Wi-Fi 6 ആണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ Realme UI 4.0 വരുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 13 ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 50 MB ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സെൽഫി നോക്കുകയാണെങ്കിൽ 16 MB ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരാൻ പോകുന്നത്. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ നോക്കുകയാണെങ്കിൽ 5.3 വരുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് 5000 mAh ബാറ്ററി വരുന്നതിൽ നമുക്ക് 150 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും പിന്നെ 4600 mAh ബാറ്ററി വരുന്നതിൽ നമുക്ക് 240 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും പോകുന്നത്. അപ്പം ടോട്ടൽ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആ സമയത്ത് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, എങ്കിൽ കൂടി ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് റീകൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.